മാത്രമല്ല, നിക്കോബാർ ദ്വീപുകളും ഇന്ന് വികസന ബുൾഡോസറുകൾ വിഴുങ്ങാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവാണ് നിക്കോബാർ ഐലൻഡ്. എന്നാൽ ഇവിടെ ഏകദേശം 72,000 മുതൽ 92,000 കോടി രൂപ വരെ ചെലവഴിച്ചുള്ള ഒരു മെഗാ പ്രൊജക്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. വലിയ തുറമുഖം, വിമാനത്താവളം, പവർ പ്ലാന്റ്. ഈ വികസനത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റുന്നത് 130 ചതുരശ്ര കിലോമീറ്റർ മഴക്കാടാണ്, 10 ലക്ഷത്തോളം വരുന്ന മരങ്ങൾ. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ഇത് 1 കോടി വരെയാകാമെന്നാണ്. ഇതിലൂടെ ലോകത്തിലെ തന്നെ അപൂർവമായ ലെതർ ബാക്ക് ആമകളുടെയും നിക്കോബാർ മെഗാപോഡ് പക്ഷിവർഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ നശിക്കും. നൂറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന ഷോംപെൻ നിക്കോബാരീസ് വിഭാഗങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഗോത്രവർഗമാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവരെ ഇവിടെ നിന്നും മാറ്റുന്നത് അവരുടെ തനതായ സംസ്കാരത്തിന്റെയും ജീവന്റെയും അന്ത്യത്തിനും കാരണമായേക്കാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യുനെസ്കോ ഇവിടെ നിയന്ത്രിത പ്രദേശമായി പരിഗണിച്ചത്. ഇതൊരു വംശഹത്യാവുമെന്ന് അറിയിച്ച് 13 രാജ്യങ്ങളിൽ നിന്നുള്ള റിസർച്ചേഴ്സും സ്കോളേഴ്സുമാണ് പ്രസിഡന്റിന് കത്തയച്ചത്. ഈ പ്രദേശം ഭൂകമ്പ സാധ്യത വളരെ കൂടുതലുള്ള സോൺ 5-ൽ ഉൾപ്പെടുന്ന ഇടമാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഒരു ദുരന്ത സാധ്യതയുള്ള പ്രദേശത്ത് കൂറ്റൻ പോർട്ടുകളും വിമാനത്താവളങ്ങളും നിർമ്മിക്കുന്നത് സാങ്കേതികമായി അപകടകരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മലനിരകളിലൊന്നായ ആരവല്ലി, സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്ററിലധികം ഉയരമുള്ള കുന്നുകൾക്ക് മാത്രമേ ആരവല്ലി എന്ന് വിളിക്കാവൂ എന്ന നിർവചനം പരിസ്ഥിതി മന്ത്രാലയം കോടതിയിൽ നൽകി. ഈ പുതിയ നിർവചനം വന്നതോടെ ആരവല്ലി മരനിലകളുടെ ഭൂരിഭാഗവും നിയമപരമായ സംരക്ഷണത്തിന് പുറത്തായി. ഇത് വൻതോതിലുള്ള ഖനനത്തിനും കെട്ടിട നിർമ്മാണത്തിനുമാണ് വഴിയൊരുക്കുന്നത്. ഇതോടെ ഇന്ത്യയുടെ പ്രധാന സംരക്ഷണ കവചം തന്നെയാണ് നശിക്കാൻ പോകുന്നത്. ടാർ മരുഭൂമി ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും വ്യാപിക്കുന്നത് തടയുന്നത് ആരവല്ലി നിരകളാണ്. മലകൾ ഇല്ലാതാകുന്നതോടെ പൊടിക്കാറ്റും മണലും വടക്കേ ഇന്ത്യയിൽ വിഴുങ്ങും. ഹരിയാന, രാജസ്ഥാൻ മേഖലകളിലെ ഭൂഗർഭജല നിരക്ക് നിലനിർത്തുന്നത് ആരവല്ലിയിലെ വില്ലുകളിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുന്നത് വഴിയാണ്. ഖനനം കാരണം ജലസ്രോതസ്സുകൾ വറ്റും. ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ നഗരങ്ങളുടെ വികസനത്തിനായി ലക്ഷക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്ക് കൈമാറുന്നത്. ഇന്ത്യ ഇന്ന് വെറും ഒരു ബിസിനസ് രാജ്യമായി മാറുകയാണ്. ഇത്തരം പ്രൊജക്ടുകളുടെ ലാഭം ആർക്കാണ്? വെറും 1% വരുന്ന കോർപ്പറേറ്റുകൾക്ക് മാത്രം. ലോക്കൽ കമ്മ്യൂണിറ്റികളുമായി ഒരു ചർച്ചയും നടത്താതെ മുകൾ തട്ടിലെ ചില വൻകിടക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ പ്രകൃതിയെയും സാധാരണ മനുഷ്യരെയും ജീവജാലങ്ങളെയും ബലി കൊടുക്കുന്നു. പ്രകൃതി ഒരു തടസ്സമല്ല, അത് നമ്മുടെ ജീവവായുവാണ്. ഇന്ന് നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ സംരക്ഷിക്കാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല. നിക്കോബാറിനെയും ആരവല്ലിയെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.